ഹലോ മച്ചമാരെ, എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മലയാള സിനിമ മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ ഒരേ സമയത്ത് ഇറങ്ങുന്നു, ഒരു പാൻ ഇന്ത്യൻ സിനിമയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ മലയാള സിനിമ ഭ്രമയുഗം ഇറങ്ങി 15 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അതിൻ്റെ തമിഴ് വെർഷൻ ഓവർസീസിൽ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏകദേശം 60-ന് മുകളിലുള്ള ലൊക്കേഷൻസിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. മലേഷ്യ, നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻസ് പറയാം. അതായത് 60-ന് മുകളിലുള്ള ലൊക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 200-ന് മുകളിലുള്ള തിയേറ്ററുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് വ്യക്തമായിട്ട് ധാരണകളൊന്നുമില്ല. എന്തായാലും നല്ല ലെവലിലുള്ള ഷോസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓരോ റീജിയനിലുമുള്ള അല്ലെങ്കിൽ എവിടേക്കാണ് എത്ര ലൊക്കേഷൻസ് ആണെന്നുള്ളത് വരാം. മലേഷ്യയിൽ നിന്ന് 14 ലൊക്കേഷൻസാണ്. അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കോർഡ് തന്നെയാണ്. ഇതുവരെ ഒരു മലയാള സിനിമയും ആ റേഞ്ചിൽ എത്തിയിട്ടില്ല. ഇവിടെ അതിൻ്റെ തമിഴ് വെർഷനാണ് 14 ലൊക്കേഷൻസിൽ വരുന്നത്. UAE-യിൽ നിന്ന് 19 ലൊക്കേഷൻസാണ് പറയുന്നത്. UAE-യിൽ നമുക്കറിയാം ഇതിനോടകം തന്നെ മലയാളം സിനിമ അവിടെ റൺ ചെയ്യുന്നുണ്ട്. ഒപ്പം തെലുങ്ക് ഉണ്ടെന്നാണ് ഇതുവരെയുള്ള കിട്ടിയ ഡീറ്റെയിൽ. അപ്പോൾ UAE-യിൽ തമിഴും വരികയാണ്. ഒരു സിനിമയുടെ തന്നെ മൾട്ടിപ്പിൾ വെർഷൻസ് അവിടെ ഓടുന്നു. സൗദി അറേബ്യയിൽ 7 ലൊക്കേഷൻസിലുണ്ടെന്നാണ് അറിയുന്നത്. ഖത്തറിൽ 5 ലൊക്കേഷൻ, ബഹ്റിനിൽ 2 ലൊക്കേഷൻ, കാനഡ 2 ലൊക്കേഷൻ, ഇത്രയാണ് നമുക്ക് ലഭ്യമായത്. അതായത് മൊത്തം 62ഓളം ലൊക്കേഷൻസിലാണ് ഭ്രമയുഗം തമിഴ് വെർഷൻ ഓടുന്നത് എന്നുള്ളതാണ്. എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം ഈ സിനിമയുടെ ഹിന്ദി വെർഷനാണ്. മാർച്ച് 1-നാണ് സിനിമ എത്തുന്നത്. മലേഷ്യയിൽ ഈ സിനിമ തമിഴ് വെർഷനും 1 മാർച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ 50 കോടിക്ക് മുകളിൽ ഈ പറഞ്ഞ പോലെ കളക്ഷൻ നേടിയ ഈ ഒരു സിനിമ വീണ്ടും കളക്ഷൻ കുതിപ്പിലേക്ക് എത്തുന്നു. ഒപ്പം ഈ സിനിമ അതിഗംഭീരമായിട്ടുള്ള കുതിപ്പ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ കൂടെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, ലഭ്യമായ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. വേറെ ഒന്നുമല്ല, മലേഷ്യയിൽ മാർച്ച് 1-ന്, ഹിന്ദി ഡബ്ഡ് വെർഷൻസ് മാർച്ച് 1 എന്നാണ് അറിയാൻ കഴിയുന്നത്. തെലുങ്ക് ഡബ്ഡ് റിലീസ് പല രാജ്യങ്ങളിലും മാർച്ച് 1-ന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മലേഷ്യ 14 ലൊക്കേഷൻ, UAE 19 ലൊക്കേഷൻ, സൗദി അറേബ്യ 11 ലൊക്കേഷൻ ഇപ്പോൾ കിട്ടിയ ലഭ്യമായ വിവരങ്ങളാണ്. ഒമാൻ 7 ലൊക്കേഷൻ, ഖത്തർ 5 ലൊക്കേഷൻ, ബഹ്റിൻ 2 ലൊക്കേഷൻ, കാനഡ 2 ലൊക്കേഷൻ, സിംഗപ്പൂർ 2 ലൊക്കേഷൻ. ഇത്രയുമാണ് ഇപ്പോൾ നമ്മൾ ആദ്യം വീഡിയോ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഉള്ള വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയുടെ തമിഴ് വെർഷൻ കാണാൻ പോകുന്നത്? അന്യദേശങ്ങളിൽ നിങ്ങൾ സിനിമ കാണുന്നുണ്ട്, അവിടുത്തെ ഡീറ്റെയിൽ അറിയാമെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.